കാർത്തിക് ശർമ്മയെയും പ്രശാന്ത് വീറിനെയും 14.2 കോടി വരെ എത്തിച്ച രണ്ട് ടീമുകൾ. IPL തുടങ്ങും മുമ്പേ ഒരു പാട്ടിൻ്റെ പേരിൽ കോടതിയിൽ ഏറ്റുമുട്ടിയ രണ്ട് ഫ്രാഞ്ചൈസികൾ. അവർ സീസണിൽ ആദ്യമായി നേർക്കുനേർ വരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടെ ചെന്നൈ ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയമായിരുന്നു വേദി. പതിവ് പോലെ അഭിഷേക് ഒരറ്റത്ത് നിന്ന് കത്തി. മികച്ച പിന്തുണ നൽകി മറുപുറത്ത് ട്രാവിസ് ഹെഡും നിലയുറപ്പിച്ചതോടെ പവർ പ്ലേയിൽ SRH സ്കോർ ബോർഡിൽ അതിവേഗം റൺസ് ഉയർന്നു. 6-ാം ഓവറിലെ 5-ാം പന്തിൽ ഗെയ്ക്വാഡിന് ക്യാച്ച് സമ്മാനിച്ച് ഹെഡ് മടങ്ങുമ്പോൾ ടീം സ്കോർ 75-ലും അഭിഷേക് ശർമ്മയുടെ വ്യക്തിഗത സ്കോർ 50-ലും എത്തിയിരുന്നു. പക്ഷെ പിന്നാലെ എത്തിയ നായകൻ ഇഷാൻ കിഷൻ വന്ന പാടെ മടങ്ങി. പിന്നെ ഇറങ്ങിയ ക്ലാസിനെ കൂട്ടുപിടിച്ച് അഭിഷേക് ഒരു കൂറ്റൻ ടോട്ടലിലേക്ക് ബാറ്റ് വീശുന്നതിനിടെ സ്റ്റെബിന് പിന്നിലെ സഞ്ജുവിൻ്റെ ബ്രില്യൻസ് മൊമെന്റ് വന്നു. 8-ാം ഓവർ എറിയാൻ നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് പന്തേൽപ്പിച്ചത് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ജാമി ഓവർട്ടനെ. ആദ്യ പന്തിൽ സിംഗിൾ എടുത്ത ക്ലാസൻ സ്ട്രൈക്ക് അഭിഷേകിന് നൽകുന്നു. അഭിഷേക് നേരിട്ട ആദ്യ പന്ത് തന്നെ ഓഫ് സൈഡിലൂടെ ബൗണ്ടറിയിലേക്ക് വായിച്ചു. പിന്നെ 3 പന്തുകളിൽ സിംഗിളും ഡബിളുമായി 4 റൺസ് കൂടി SRH സ്കോർ ബോർഡിൽ ചേർത്തു. ഓവറിൽ അവസാന പന്ത് അഭിഷേകിൻ്റെ ബാറ്റിനെ തൊട്ടുരുമി നേരെ പോയത് സഞ്ജുവിൻ്റെ കൈകളിലേക്കാണ്. ടച്ച് ഉണ്ടോ എന്ന സംശയത്തിൽ നിൽക്കുന്ന ഓവർടേണിനെയും ഗെയ്ക്വാഡിനെയും നോക്കി സഞ്ജു റിവ്യൂ എടുക്കാൻ ആവശ്യപ്പെടുന്നു. അൾട്രാ എഡ്ജിൽ ഒരു ക്ലിയർ സ്പൈക്ക്. ചെന്നൈക്ക് നിർണായകമായൊരു ബ്രേക്ക് ത്രൂ വിക്കറ്റ്. അനികേത് വർമ്മ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർ ഒരറ്റത്ത് നിരാശപ്പെടുത്തുമ്പോൾ മറുപുറത്ത് കൃത്യതയോടെ ബാറ്റ് വീശിയ ക്ലാസൻ SRH ടോട്ടൽ പതിയെ പടുത്തുയർത്തി. അർദ്ധ സെഞ്ചുറി കുറിച്ചതിന് പിന്നാലെ താരം മടങ്ങിയതോടെ ഹൈദരാബാദ് ബാറ്റിംഗ് വീര്യം കെട്ടടങ്ങി. ഡെത്ത് ഓവറുകളിൽ ചെന്നൈ ബോളർമാർ എക്കണോമിയിൽ പന്തെറിഞ്ഞതോടെ വീണ്ടും ഒരിക്കൽ കൂടി ഹൈദരാബാദിനെ ചെന്നൈ 200-ന് താഴെ ഒതുക്കി. ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ ചെന്നൈയുടെ പ്രതീക്ഷകളൊക്കെയും ചേട്ടനിലായിരുന്നു. അയാളുടെ കംബാക്കിനും ഫോമിനും ഒപ്പമാണ് സീസണിൽ ചെന്നൈയും പോയിന്റുകൾ നേടി തുടങ്ങിയത്. എന്നാൽ നേരിട്ട 3-ാം പന്തിൽ തന്നെ ക്ലാസിന് ക്യാച്ച് നൽകി സഞ്ജു തിരികെ നടന്നു. ആകെ സമ്പാദ്യം 7 റൺസ് മാത്രം. പിന്നാലെ എത്തിയ ഇമ്പാക്ട് സബ് ആയുഷ് മാത്രമേ പതിയെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങി. 3-ാം ഓവർ എറിയാനെത്തിയ കഴിഞ്ഞ മത്സരത്തിലെ സെൻസേഷൻ പ്രഫുൽ ഹിംഗയ്ക്ക് 4 4-ഉം 1 6-ഉം അടക്കം ആ ഓവറിൽ കിട്ടിയത് 24 റൺസാണ്. പക്ഷേ ആ ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് അധിക നേരം നിന്നില്ല. നിതീഷ് കുമാർ റെഡ്ഡി വീണ്ടും പന്തെടുത്തതോടെ 13 പന്തിൽ 30 റൺസുമായി ആയുഷ് കൂടാരം കയറി. പിന്നാലെ ഗെയ്ക്വാഡും കൂടി മടങ്ങിയതോടെ പവർ പ്ലേയിൽ ചെന്നൈ 76-3 എന്ന നിലയിലായി. മിഡിൽ ഓവറിൽ റൺസ് ചേർക്കുന്ന ഡ്യൂട്ടി സർഫറാസ് ഖാൻ്റെതായിരുന്നു. അയാൾ അത് വൃത്തിയായി ചെയ്തു പോന്നു. ഒപ്പമുണ്ടായിരുന്ന മാച്ച് ഷോട്ടും ഭേദപ്പെട്ട രീതിയിൽ ബാറ്റേന്തി. എന്നാൽ കാര്യമായി ബൗണ്ടറികൾ പിറക്കാതെ കണിശതയോടെ പന്തെറിഞ്ഞ SRH ബോളർമാർ റൺ റേറ്റ് 10-ന് മുകളിൽ തന്നെ നിലനിർത്തി. 11-ാം ഓവറിൽ സർഫറാസും പിന്നാലെ എത്തിയ ബ്രവിസും പെട്ടെന്ന് മടങ്ങിയത് ചെന്നൈ ബാറ്റിംഗ് ഫ്ലോയെ ബാധിച്ചു. ഫോമിലേക്ക് ഉയരാൻ ദുബെ പാടുപെടുന്നതും മാച്ച് ഷോട്ടിൻ്റെ അലസമായ ബാറ്റിംഗും ഒരു അനായാസ ജയം ചെന്നൈയുടെ കൈകളിൽ നിന്നും തട്ടിത്തെറിപ്പിച്ചു. അവസാന ഓവർ വരെ ജാമി ഓവർട്ടൺ നേരിയ വിജയ പ്രതീക്ഷ നൽകിയെങ്കിലും ചെന്നൈ 10 റൺസ് അകലെ വീണു. 3 ഓവറിൽ 50-ന് മുകളിൽ റൺസ് വഴങ്ങിയിട്ടും അവസാന ഓവറിൽ സമ്മർദ്ദമേതുമില്ലാതെ പന്തെറിഞ്ഞ പ്രഫുൽ ഹിംഗയ്ക്ക് ഹൈദരാബാദ് ഈ വിജയത്തിൽ നന്ദി പറയണം. സീസണിൽ 6 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ വെറും 2 ജയമാണ് ചെന്നൈക്കുള്ളത്. അതിൽ 2ഉം വന്നത് സ്വന്തം മൈതാനമായ ചെപ്പോക്കിലും. ഒരു ട്രാൻസിഷൻ സ്റ്റേജിലൂടെ കടന്നുപോകുന്ന ചെന്നൈക്ക് ഇനിയുള്ള ഓരോ മത്സരവും അതിനിർണായകമാണ്. സീസണിൽ ഏതാണ്ട് പകുതി മത്സരങ്ങൾ അവസാനിക്കുമ്പോഴാണ് ചെന്നൈ ഒരു പ്രോപ്പർ 11 ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇനി അവരെ അലട്ടാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. ധോണി മടങ്ങി വരുമ്പോൾ ആരെ പുറത്തിരുത്തും? കാലിനേറ്റ നേരിയ പരിക്ക് മൂലം 4 മത്സരങ്ങൾ നഷ്ടമാവുമെന്ന് പറഞ്ഞ ധോണി ഇതിപ്പോൾ 6 കളിയായി പുറത്തിരിക്കുന്നു. ഹൈദരാബാദിനെതിരായ മത്സരത്തിന് മുന്നോടിയായി വീണ്ടും പരിശീലനം ആരംഭിച്ച താരം മുംബൈക്കെതിരായ അടുത്ത മത്സരത്തിൽ കളിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ മാസം 23-ന് വാങ്കഡയിലാണ് IPL-ലെ എൽ ക്ലാസിക്കോ അരങ്ങേറുന്നത്. ധോണിയെ 11-ലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ആരെ പുറത്തിരുത്തും? അതാണ് ഇപ്പോഴത്തെ ക്രിക്കറ്റ് സർക്കിളിലെ പ്രധാന ചർച്ചാ വിഷയം. മിഡിൽ ഓർഡറിൽ ട്രാക്കിലാവാത്ത ദുബൈയെ മാറ്റണമെന്ന് ഒരു കൂട്ടരും അക്കേൽ ഹുസൈൻ, മാറ്റ് ഷോട്ട് എന്നിവർ കളിക്കുന്ന സ്ലോട്ടിൽ ഇറക്കിക്കൂടെ എന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നുണ്ട്. നായകനായിരിക്കെ ഗെയ്ക്വാഡിനെ മാറ്റാനാവില്ലെന്നതും സർഫറാസ്, ആയുഷ്, ബ്രവിസ് തുടങ്ങിയവർ മികച്ച പെർഫോമൻസ് നടത്തുന്നതും ഈ 2 സ്ലോട്ടിലേക്ക് ചർച്ചകൾ ചുരുക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ ആയുഷ് മാത്രയ്ക്ക് പകരം ധോണി കളിച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ധോണി അടുത്ത മത്സരത്തിൽ ഇറങ്ങുമോ? ഇറങ്ങിയാൽ തന്നെ ഇമ്പാക്റ്റ് റോളിലാവുമോ വരിക? അഥവാ ആദ്യ 11-ൽ വന്നാൽ ചെന്നൈ ആരെ പുറത്തിരുത്തും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ.